എടുക്കണ്ട് എടുത്തോണ്ടിരിക്കാണ്. അടുത്ത് നോക്കാം. ഒന്നും ഇല്ല, ഒന്നും പറഞ്ഞില്ല. അതിനോട്ട് പറയും നിങ്ങക്ക് പറയാൻ കഴിയൂല. ഹലോ, ഏവർക്കും. അല്ല, ഉണ്ണി എന്താ ഇപ്പൊ ഇങ്ങനെ ഒരു മടക്കി പിടിച്ച കടലാസ് പോക്കറ്റിലിട്ടുകൊണ്ട് പോയത്? ന്യൂ ഇയർ അടുത്തെത്തി, സേഫായിട്ട് വീശാൻ ചില പൊടിക്കൈകൾ. മദ്യപിക്കുന്നതിന് മുന്നേ ഭക്ഷണം കഴിച്ചിരിക്കണം. കാലിയായ വയറ്റിൽ മദ്യപിക്കരുത്. ലേശം ചെലവായാലും നല്ല ബ്രാൻഡുകൾ മാത്രം അടിക്കുക. മിലിറ്ററി ആയാൽ അത്യുത്തമം. മദ്യത്തിൻ്റെ കൂടെ വെള്ളം മാത്രം ഉപയോഗിക്കുക. ടച്ചിങ്സിന് പൊടിയുള്ള സാധനങ്ങൾ ഒഴിവാക്കുക. ഡാൻസ് കളിക്കണമെങ്കിൽ പാമ്പിനോട് അടുത്ത് നിൽക്കുന്ന നാഗനൃത്തം ചെയ്യുക. ശാന്തതയോടെ പതുക്കെ പതുക്കെ വീശുക. പിറ്റേ ദിവസം ചെറു ചൂടുവെള്ളത്തിൽ നാരങ്ങ പിഴിഞ്ഞു കുടിക്കുക. ശരീരത്തിലെ ടോക്സിനുകൾ പുറന്തള്ളാൻ ഇത് ഉപകരിക്കുന്നു. എന്നാ പിന്നെ കുടിക്കാതിരുന്നൂടെ? കള്ളിലും ചൊല്ലുണ്ടേ, പലതരുത്, പഴമരുത്, പറയരുത്. പണ്ട് ആളുകൾ കച്ചറ ഒഴിവാക്കാൻ തീപ്പെട്ടി അളവാണ് ഉപയോഗിച്ചിരുന്നത്. അല്ല, ഞാൻ ഏതായാലും ഇല്ലല്ലോ. പക്ഷെ ഓൻ്റെ അടുത്തേക്ക് എന്ന് വെച്ചാൽ എല്ലാം അറിഞ്ഞിട്ടുണ്ട്. ന്യൂ ഇയർ അല്ലേ, തലേന്ന്. ഇല്ലെങ്കിൽ കോല് മുറിച്ചിടുന്ന പറഞ്ഞു. ഞാൻ പറഞ്ഞു കോല് മുറിച്ചിട്ടാലും ഇന്നത്തെ കാലത്ത് ഒട്ടിക്കാൻ സംവിധാനം ഉണ്ട്. കോയിലേക്കോ തെറ്റുമോ അത് ഉറപ്പാ. പിന്നെ ഇന്ന് നിർത്തണമെന്നും പറഞ്ഞിരുന്നു. നാളെ മുതൽ ഇനിയില്ല. അതെ, ഒരാളെങ്കിലും നന്നാവണേ നന്നായിക്കോട്ടെ. എന്തിന് സുഹൃത്തുക്കളെ സ്വന്തം ശരീരവും സമൂഹത്തെയും നാം നാശമാക്കണം? നമ്മളാണ് പുതിയ തലമുറയ്ക്ക് മാതൃകയാവേണ്ടവർ. നമ്മളെ കാത്ത് ഒരാളെങ്കിലും വീട്ടിലുണ്ട് എന്നൊരു ഓർമ്മ നമുക്കുള്ളിൽ വേണം. പണ്ടുള്ളവര് അളവ് തെറ്റാതിരിക്കാൻ കൂട്ടുകുടുംബ കമ്പനി അടിക്കുമ്പോഴേ തീപ്പെട്ടി അളവ് എന്ന് പറയും. എന്നാൽ ഇതിന് അളവ് തെറ്റൂല. ഇത് സ്മോളാണേ. ഇനി പെഗിൻ്റെ അളവാണ് കേട്ടോ ഒഴിക്കാൻ പോണത്. ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് ചെരിച്ച് പിടിക്കുക. അപ്പോൾ പെഗിൻ്റെ അളവ് കിട്ടി. ഇതാകുമ്പോൾ കറക്റ്റ് ആവും. പിന്നെ ഗ്ലാസ് അങ്ങോട്ടും ഉണ്ടാകുമ്പോൾ ചെറിയൊരു മാറ്റം ഉണ്ടാവുമേ. ഇനി ഒഴിക്കാൻ പോണത് ലാർജാണ്. കുത്തനെ അങ്ങോട്ട് പിടിക്കുക. എന്നിട്ട് ഒന്നും നോക്കണ്ട, അങ്ങോട്ട് ഒഴിക്കുക തന്നെ. ഈ കൊല്ലത്തോടും കൂടെ നിർത്തി. ഏതായാലും ഈ കൊല്ലം നിർത്ത്. ഞാൻ അടുത്ത കൊല്ലം നിർത്താം. അവസാനം ഈ കുപ്പി വീണെടുക്കും പോലെയാവും അവൻ്റെ കുടുംബവും ഓനും വീണെടുക്കുക. പക്ഷെ ഓനത് തിരിച്ചറിയൂല. നിങ്ങളെന്താ മൂലയ്ക്കാക്കി ഞാൻ അങ്ങോട്ടിരിക്കുക. നിങ്ങളെ മുഖമൊക്കെ അങ്ങനെ കണ്ടിരുന്നു. ഫുള്ള് വാങ്ങിയത് 3 ആൾക്കും കൂടെ വാങ്ങിയതാ. ഇത് ഇന്ന ഭാഗ്യ. ഉറുപ്പ്യങ്ങളൊന്നും ചെലവാക്കണ്ട. എന്നാ പിന്നെ ഇത് ഞാൻ പൊട്ടിച്ചേരാം. കേട്ടോ കേറൊന്നുമില്ല. ഇപ്പൊ നോക്കാണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ ഞാൻ അടിക്കണില്ല. അല്ല, ഞാൻ അടിക്കണില്ല. ഞാൻ പാർന്ന് വെക്കാം. കറക്റ്റാക്കി പാർന്നു. എല്ലാരും പറയാനുണ്ട് ഞാൻ ഒഴിച്ചു കഴിഞ്ഞാൽ സ്കെയിലിന്റെ അവസ്ഥ. എനിക്ക് എന്താ വെച്ചാല് ഇത് മുന്നേ കണ്ട വേറെ പ്രത്യേകത എനിക്ക് ഒറ്റ വലിക്ക് പിടിക്കണം കേട്ടോ. എന്നിട്ടാ വർത്താനുള്ളൂ. എന്താ ഇങ്ങനെ മൊതക്ക് പിടിക്കണേ? പ്രഭാതത്തിൽ കുടിച്ചാലേ ഞാനോട് ഇത്ര ഞാൻ നിർത്തിയത് 10-15 കൊല്ലം ആരും കാണൂല.
നമ്മളൊരു റൂമിൽ ഇവിടെ അല്ല ഞാൻ നിങ്ങളെ ഒപ്പം നിന്നല്ല അല്ല അല്ലേ അങ്ങനെ പറയാൻ പറ്റൂല അല്ലെ? ഇന്നൊന്ന് കുടിക്കണം, നാളെ ആണെങ്കിൽ നിർത്തിക്കോളൂ. നാളെ ന്യൂ ഇയർ ആണ് അങ്ങനെ നിർത്താൻ. ഇപ്പൊ സാധാരണ കള്ളുടിയന്മാര് പറയുന്നതാണ് നിങ്ങളൊക്കെ എത്ര കാലായി പറയൽ തുടങ്ങിയിട്ട് ഇന്ന് നിർത്തും നാളെ നിർത്തും എന്നൊക്കെ പറഞ്ഞു. ഞാൻ 10 ദിവസം നിർത്തലുണ്ടല്ലോ, 15 ദിവസം നിർത്തലുണ്ട്, മലയ്ക്ക് പോകുമ്പോ 1 മാസം നിർത്തലുണ്ട്. എന്താ നിങ്ങൾ എന്തെന്ന് ആലോചിച്ച് നോക്കി നിങ്ങള് എന്താണ് സ്റ്റോപ്പാണ് ചെയ്തൂടെ? ഞാൻ പിന്നെ കൊണ്ട് കഴിയുന്ന വിചാരിച്ചിട്ടല്ല, ഞാൻ സ്റ്റോപ്പാണ് ചെയ്തു. ആലോചിച്ച് നോക്കി നിങ്ങള് എങ്ങനെ കഴിഞ്ഞ് എങ്ങനെ കഴിഞ്ഞത് വെച്ചാൽ എങ്ങനെയൊക്കെ കഴിഞ്ഞു അതിനെ. പിന്നെ അപ്പൊ നിങ്ങൾക്ക് എപ്പോഴും നിർത്താനും പറ്റൂലേ, കുടിക്കാനും പറ്റൂലേ? ഇതപ്പത്തേക്ക് കുടിക്കും ചെയ്യാം, നാളെ തന്നെ നിർത്തും ചെയ്യാം. അങ്ങനെയാണെങ്കിൽ വന്ന് കുടിച്ചിട്ട് നാളെ നിർത്തിക്കോട്ടെ അല്ലേ? അല്ല വേണ്ട, അത് ഇപ്പൊ വേണ്ട. അതുകൊണ്ട് ഞാൻ തരാം. നിങ്ങളെ കമ്പനി നിങ്ങൾക്ക് തരാമോ? സ്മെല്ലില്ല. അല്ല എനിക്കറിയാം, ഞാനും പണ്ട് കുറച്ചു കാലം നിർത്തി. എനിക്കറിയണല്ലേ. നമുക്ക് ഓരോന്നും ഇടില്ലേ, എന്നാലും എന്തെങ്കിലും ഒന്നും ആവുള്ളൂ. ചെറിയൊരു തരപ്പ് ഉണ്ടല്ലേ കുറച്ച് പേരടാ, കൂടി പോയി. രണ്ടാമതല്ലേ ഒരു ഭയങ്കര ചൂടുണ്ട്. ചൂടാവുന്നുണ്ട്. സാധനേ നല്ല സാധനമാണ്, സാധനമാണ്. ഇനി അത്ര ഇത് നിങ്ങള് ഒരാൾക്ക് എത്രയും മേടിച്ചു മർക്ക് ഇത് ചൂടാവണ്ടേ? ഈ പറഞ്ഞ മാതിരില്ല, സാധനം ഉഷാറാട്ടോ. അല്ല ഞാൻ ഈ തല്ലിപ്പൊടി നിങ്ങൾക്ക് വാങ്ങി തരുമോ? ഇന്ന് പ്രമോദൂടെ കണ്ടോണ്ടാണ് ഈ നല്ല സാധനം വാങ്ങി പറഞ്ഞല്ലോ, കഴിക്കാൻ പറഞ്ഞു. പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് നല്ല ദിവസം നിങ്ങളെ ഞാൻ ഒരു കാര്യത്തിന് സമ്മതിച്ചു കിട്ടോ. ഈ റൂമിന്റെ ഉള്ളിൽ ഈ വീട്ടില് ഇങ്ങളെ റൂമില് ഈ വെള്ളം സമ്മതിക്കും എന്നെ പറ്റൂല. ഞാൻ അടിച്ചത് മധുരം തിന്നു, മധുരം തിന്നാൽ രണ്ടെണ്ണത്തിന്റെ കാര്യം. കുറച്ച് മൂന്ന് നോക്കാം. കാരണം കുറച്ച് എണ്ണയൊക്കെ ഉണ്ട്, മേലൊക്കെ തുടക്കുകയും ചെയ്യാം. സംഭവം ടച്ചിങ് കിട്ടും. തോഴണം ഞങ്ങളെ ഭാര്യനെ. എന്റെ ഭാര്യക്ക് അങ്ങനെ ആയാൽ മതിയെന്ന് ആദ്യം അന്ന് കേട്ടോ. ഇന്ന് ഞാനത് പറയില്ല. ഇജിപ്പോ വലിയ പുണ്യാളനായിട്ട് ഇങ്ങനെ നടന്നു. കുടിയൊക്കെ നിർത്തിയപ്പോ എന്റെ നാട്ടിൽ നിലയും മേലയും കാര്യമൊക്കെ കണക്കായി. എന്നിട്ടിപ്പോ ഇജ്ജ് വലിയ പുണ്യാളനായിട്ട് ഇങ്ങനെ നിൽക്കുക. എടാ എനിക്കും മതിയടാ ഇന്നത്തോടെ കൂടെ നിൽക്കും. നേരത്തോട് കൂടെ ഞാൻ അതോട് കൗത്തി. ഞാൻ എൻ്റെ മാതിരി എനിക്കും ആവണം. നേരത്തോട് കൂടെ വെള്ളടി ഞാൻ നിർത്തിയടാ. എടാ എനിക്കിപ്പോൾ ഒരു നിലയും മേലയും കാര്യമൊന്നുമില്ല. സത്യം പറഞ്ഞാൽ കുടിച്ചാട് കുടിക്കുക കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒക്കെ പ്രശ്നങ്ങളായി. ഞാൻ ഏതായാലും ഈ കൊല്ലത്തോടും കൂടെ നിർത്തുകടാ. നിർത്തി ഏതായാലും ഈ കൊല്ലം നിർത്ത്. ഞാൻ അടുത്ത കൊല്ലം നിർത്താം. നല്ല ചൂടാ, ചൂടാ. ഏതായാലും ഇത് ബാക്കിയാക്കടത്തും കൂടെ കുടിക്കട്ടെ. കുടിക്കാം. കൂടെ കുടിക്കട്ടെ. ഈ വെള്ളം കുറച്ച് പാരണ്ടേ? പണ്ടുള്ള ശീലാണ്. ഏതായാലും നിർത്തുക. ആദ്യം നല്ല മതി. അവസാനം വീട്ടിൽ ചെല്ലാൻ പോകുമ്പോ ബീവറേജ് പോട്ട് ചോദിക്കും വീട്ടിൽ പോവാൻ ഒരു താങ്ങ ക്വാർട്ടർ 1000-2000 ആദ്യം തുടങ്ങിയിട്ടുണ്ടാവും. അവസാനം ഒരു 100-200 കൊടുക്കാനും കൂടി നമുക്ക് നാളെ 1-ാം തീയതി അല്ലേ? നാളെ 1-ാം തീയതി സാധനം കിട്ടൂല. ഞാൻ നിർത്തി. നമുക്ക് ഏതായാലും ഇത് നിർത്തുകയാണ് നല്ലതെന്നൊക്കെ എനിക്ക് തോന്നുന്നു. നമുക്കൊരു ന്യൂ ഇയർ ആശംസ കൊടുത്ത് നമുക്ക് എല്ലാവർക്കും നിങ്ങക്ക് പറയാൻ കഴിയൂല. അല്ല പറയണ്ട, ഏവർക്കും മാത്രം എടുക്കുന്നുണ്ട്, എടുത്തോണ്ടിരിക്കാണ്. അടുത്ത് നോക്കാം. ഒന്ന് നാത്തോട് പറഞ്ഞു പറഞ്ഞു ഒന്നും പറഞ്ഞില്ല. അതിനോട്ട് പറയും ക്രിസ്മസ് അല്ല, നിങ്ങക്ക് പറയാൻ കഴിയൂല. അല്ല പറയണ്ട. ഹലോ, ഏവർക്കും നിങ്ങൾ പറയണ്ട. ഞാൻ പറഞ്ഞോണ്ട് ഏവർക്കും ഹാപ്പി ന്യൂ ഇയർ.